34 വർഷത്തെ ബംഗാളിലെ CPM ഭരണത്തിന് തിരശ്ശീല വീഴുന്നത് നന്ദിഗ്രാമിലെ പ്രക്ഷോഭങ്ങളിലൂടെയായിരുന്നു. ആ നന്ദിഗ്രാമിൽ CPMന്റെ ബംഗാൾ ഭരണത്തിന് അന്ത്യം കുറിച്ച നന്ദിഗ്രാമിൽ വീണ്ടും ചെങ്കൊടി ഉയർന്നിരിക്കുകയാണ്. നന്ദിഗ്രാമും അതിൻ്റെ അനുബന്ധ വനം പ്രദേശങ്ങളും ഉൾപ്പെടുന്ന 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രവർത്തനം ശക്തമാക്കിയിരിക്കുകയാണ് ഇടതുപക്ഷവും അതിൻ്റെ സഖ്യകക്ഷിയായ കോൺഗ്രസും. അവിടെ നന്ദിഗ്രാം ഉൾപ്പെടുന്ന 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ 4 മത്സരിക്കുന്നത് CPM ആണ്. ഒരിടത്ത് CPIയും ഒരിടത്ത് കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. കാലങ്ങളായി കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളായി BJP വേഴ്സസ് തൃണമൂൽ കോൺഗ്രസ് എന്നൊരു പോരാട്ടം നടക്കുന്ന ഈ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. വലിയ മത്സരത്തിനാണ് ഇടതുപക്ഷവും കോൺഗ്രസും അവിടെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ CPM സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി ഒരു റാലി സംഘടിപ്പിക്കപ്പെട്ടത്. ആ റാലി അതിൻ്റെ ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. ആ റാലി തടയാൻ 2 പേരാണ് ശ്രമിച്ചത്. ഒന്ന്, ബംഗാൾ പോലീസ്. മമതാ ബാനർജിയുടെ വസതിക്കരികിലൂടെ ഈ റാലി കടന്നു പോകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് ആദ്യം പോലീസ് അതിനെ തടയാൻ ശ്രമിച്ചു. അപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുയർന്നപ്പോഴാണ് പോലീസ് പിന്മാറുന്നത്. തുടർന്ന് ഹസ്ര പാലത്തിനപ്പുറം തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകളും CPMന്റെ റാലിയെ തടയാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴും പ്രവർത്തകർ വലിയ പ്രതിഷേധമുയർത്തിയതിനെ തുടർന്ന് പോലീസ് ഈ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകളെ മാറ്റുകയായിരുന്നു. അങ്ങനെ CPM നടത്തുന്ന ഈ തിരിച്ചുവരവ് തടയാൻ തൃണമൂൽ കോൺഗ്രസും അതിൻ്റെ പ്രവർത്തകരും പരമാവധി ശ്രമിക്കുമ്പോഴും ശക്തമായൊരു പോരാട്ടത്തിന് ബംഗാളിൽ CPM നേതൃത്വം കൊടുക്കുകയാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ CPM ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുൻപാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നടത്തിയ ഒരു പ്രവർത്തനം ഇന്നത്തെ CPMന്റെ ഈ തിരിച്ചുവരവിന് വലിയ ശക്തി പകർന്നിട്ടുണ്ട്. അത് DYFIയിലൂടെയും SFIയിലൂടെയും. DYFIയുടെയും SFIയുടെയും യുവ നേതാക്കളാണ് ഇപ്പോൾ ബംഗാളിലെ CPMന്റെ കരുത്ത്. മീനാക്ഷി മുഖർജിയെ പോലെ, ശ്രീജൻ ഭട്ടാചാര്യയെ പോലെയുള്ള നേതാക്കളാണ് ഇപ്പോൾ ബംഗാളിലെ CPMനെ തന്നെ നയിക്കുന്നത്. ഇവരുടെ കഴിഞ്ഞ വർഷം 2023 അവസാനം DYFI ബംഗാളിൽ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഇൻസാഫ് യാത്ര എന്നായിരുന്നു അതിൻ്റെ പേര്. ബംഗാളിലെ 22 ജില്ലകളിലൂടെ 2200 കിലോമീറ്ററാണ് ആ മാർച്ച് കടന്നുപോയത്. ആ മാർച്ചിലൂടെ ജനങ്ങളുമായി സംവദിക്കാനും പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോയ ജനകീയ അടിത്തറ തിരിച്ചുപിടിക്കാനും DYFIക്കും CPMനുമായി എന്നതാണ് യാഥാർത്ഥ്യം. ആ മാർച്ചിന് നേതൃത്വം കൊടുത്തത് ബംഗാളിലെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മീനാക്ഷി മുഖർജിയായിരുന്നു. മീനാക്ഷി മുഖർജി ആ മാർച്ചിന്റെ സമാപനമെന്നോണം ഈ വർഷം ജനുവരി 7 ബംഗാളിലെ ഏറ്റവും വലിയ സമ്മേളന വേദിയായ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ ഒരു മഹാറാലി സംഘടിപ്പിക്കുകയുണ്ടായി. 15 വർഷത്തിന് ശേഷം, ഭരണമുണ്ടായിരുന്നപ്പോൾ 2008 സംഘടിപ്പിച്ചതിന് ശേഷം 15 വർഷങ്ങൾക്ക് ശേഷമാണ് CPM ഇത്തരത്തിൽ ഒരു മഹാറാലി അല്ലെങ്കിൽ ഒരു മഹായോഗം ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്നത്. പക്ഷേ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് ഒരു ചുവപ്പ് സാഗരമായി മാറുന്ന കാഴ്ചയായിരുന്നു ജനുവരി 7 രാജ്യം സാക്ഷ്യം വഹിച്ചത്. അന്ന് ആ മഹാസാഗരത്തിനെ സാക്ഷ്യം നിർത്തി മീനാക്ഷി മുഖർജി എന്ന DYFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ഒരു വാചകമുണ്ട്: CPM ബംഗാളിൽ തിരിച്ചു. മീനാക്ഷി മുഖർജിയെ അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത് ഈ പ്രവർത്തകരുടെ ആവേശവും പങ്കാളിത്തവും മാത്രമല്ല, തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ കൂടിയാണ്. 2 തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ ബംഗാളിൽ CPM തിരിച്ചു വരികയാണ് എന്ന കാര്യം ഉറപ്പാക്കാം. ആദ്യത്തേത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു പോരാട്ടമായി മാറിപ്പോയി. അതുകൊണ്ട് തന്നെ CPMന് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. ആ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് 48.02% വോട്ട് വിഹിതം സ്വന്തമാക്കിയപ്പോൾ മുഖ്യ പ്രതിപക്ഷമായി ഉയർന്ന BJP 38.15% വോട്ട് സ്വന്തമാക്കി. CPMന് വെറും 4.73% വോട്ട് വിഹിതം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. എന്നാൽ കാര്യങ്ങൾ മാറിമറിയുന്നത് 2023 ജില്ലാ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ്. ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസും CPMും മാത്രമായിരുന്നു അവരുടെ വോട്ട് വിഹിതം ഉയർത്തിയ ഏക പാർട്ടികൾ.
തൃണമൂൽ കോൺഗ്രസ് അവരുടെ വോട്ട് വിഹിതം 51 ഉയർത്തിയപ്പോൾ BJPയുടെ വോട്ട് വിഹിതം ഗണ്യമായി കുറയുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 38% ഉണ്ടായിരുന്ന വോട്ട് വിഹിതം 23% കുറഞ്ഞു. അതേസമയം CPMന്റെ വോട്ട് വിഹിതമാകട്ടെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 4.73% ഉണ്ടായിരുന്നത് 14% വർദ്ധിച്ചു. ഈ കണക്കുകളാണ് CPMന് ബംഗാളിൽ വലിയ ഉത്തേജനം നൽകുന്നത്. ഈ കണക്കുകളും ബംഗാളിലെ ഇപ്പോൾ പാർട്ടി പരിപാടികളിൽ കാണുന്ന ജനപങ്കാളിത്തവും CPMന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് മുർഷിദാബാദ് പോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം മത്സരിക്കുന്ന മുർഷിദാബാദ് പോലെയുള്ള മണ്ഡലങ്ങളിൽ വിജയം സ്വന്തമാക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് CPM. അതോടൊപ്പം 7 ഘട്ടങ്ങളിലായി വലിയ കേന്ദ്രസേനയുടെ സാന്നിധ്യത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് നീതിയുക്തമാകുമെന്നും അതുകൊണ്ട് തന്നെ ജനവിധി CPMന് അനുകൂലമാകുമെന്നുമാണ് CPM വൃത്തങ്ങൾ കണക്കുകൂട്ടുന്നത്.